ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇൻവെർട്ടറിന് സെപ്പറേറ്റ് RCCB വെച്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒത്തിരി പേരാട്ടോ നെഗറ്റീവ് കമന്റ് ഇട്ടതും പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, മെയിൻ RCCB ട്രിപ്പ് ആയി കഴിഞ്ഞാൽ ഇൻവെർട്ടർ RCCB വർക്ക് ചെയ്യത്തില്ല, അപ്പൊ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗുണമില്ല, ഇത് മണ്ടത്തരമാണ്. ഒരാൾ വീഡിയോ വരെ ഇട്ടേക്കുന്നത് ഞാൻ കണ്ട്, അത് ഒരിക്കലും പോസിബിൾ അല്ല എന്നുള്ള രീതിയിലൊക്കെ. അപ്പം നമ്മൾ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നും ഈ RCCB എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നും ഞാൻ കാണിച്ചു തരാം, ഒന്ന് കണ്ടു. ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ RCCB ട്രിപ്പ് ആയി കഴിയുമ്പോൾ ഇൻവെർട്ടറിന്റെ ലൈൻ കയറി വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇത് ഇൻവെർട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സോക്കറ്റാണ്. അപ്പം ഞാനിത് ജസ്റ്റ് ട്രിപ്പാക്കി കാണിച്ചു തരാം നിങ്ങളെ. ഞാൻ ട്രിപ്പാക്കുവാണേ. ഇപ്പം നമ്മളവിടെ ഓൺ ആക്കിയിട്ടില്ല, ട്രിപ്പാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി, കണ്ട വീണ്ടും ഇവിടെ ലൈനുണ്ട്. ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഇൻവെർട്ടർ ലൈൻ കയറി വരാനുള്ള ചാൻസ് ഉണ്ടെന്ന്. ചാൻസ് ഉണ്ടെന്നല്ല, ഇൻവെർട്ടർ ലൈൻ കയറി വരും. പിള്ളേരെ അറിയാലോ, വല്ല സോക്കറ്റിൽ സാധനങ്ങളൊക്കെ കുത്തി കയറ്റി കഴിഞ്ഞാൽ ഷോക്ക് അടിച്ചാലും RCCB ട്രിപ്പ് ആയാലും ഷോക്ക് കേൾക്കും. ഇങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ 2 RCCB വെച്ചെങ്കിലും ചെയ്യണം. അങ്ങനെ പലരും ഭയങ്കര പുച്ഛത്തോടെ കേട്ടോ ഓരോരുത്തരൊക്കെ കമന്റ് ഇടുന്ന. നിങ്ങൾ ആ കമന്റ് ജസ്റ്റ് ആ കഴിഞ്ഞ റീലിലൊന്ന് അടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ തന്നത്. ഞാൻ ഒരു മത്സരത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല വീഡിയോ ചെയ്യുന്ന, ഇത് മനസ്സിലാക്കണം. കാരണം നമ്മൾ എപ്പോഴും സേഫ്റ്റിയോടെ ചെയ്യാനാണ് നോക്കേണ്ടത്. പിന്നെ നെഗറ്റീവ് വരുന്ന മൊത്തം ഫേസ്ബുക്കിലാട്ടോ, ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾ ഇത് കണ്ടല്ലോ, ഇനി ഞാൻ 2 RCCB വെച്ചിട്ടുള്ള വയറിങ് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ വീഡിയോക്ക് ലെങ്ത് കൂടുതലായതുകൊണ്ട് പാർട്ട് 2 ഞാൻ 2 ദിവസത്തിനകം അപ്ലോഡ് ചെയ്യാൻ കേട്ടോ.